സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് PSC ബുള്ളറ്റിൻ സ്പെഷ്യൽ സയൻസ് ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. ഏതൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരായാലും തീർച്ചയായിട്ടും ഇതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മഴവില്ലിൽ വയലറ്റ് നിറം ഉണ്ടാകുന്ന കോൺ അളവ് എത്രയാണ്? മഴവില്ലിൽ വയലറ്റ് നിറം, ഏത് നിറമാണ്? വയലറ്റ് നിറം ഉണ്ടാക്കുന്ന കോൺ അളവ് എത്രയാണ്? 40.80 ആണ്. 40.80. മഴവില്ലിൽ വയലറ്റ് നിറമുണ്ടാകുന്ന കോണളവാണ് 40.80. ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ നിയർ പോയിന്റ് എത്ര? ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ നിയർ പോയിന്റ് 25 സെന്റിമീറ്ററിൽ കൂടുതലാണ്. ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ നിയർ പോയിന്റ് എത്രയാണ്? 25 സെന്റിമീറ്ററിൽ കൂടുതൽ. പവർ ഓഫ് അക്കോമഡേഷന്റെ കുറവ് കാരണമുണ്ടാകുന്ന നേത്രവൈകല്യം. പവർ ഓഫ് അക്കോമഡേഷന്റെ കുറവ് കാരണം ഉണ്ടാകുന്ന നേത്രവൈകല്യം ഏത്? വെള്ളെഴുത്താണ്. പവർ ഓഫ് അക്കോമഡേഷന്റെ കുറവ് കാരണമുണ്ടാകുന്ന നേത്രവൈകല്യമാണ് വെള്ളെഴുത്ത്. ഒരു പ്രിസത്തിൽ ചരിഞ്ഞു പ്രവേശിക്കുമ്പോഴും പ്രിസത്തിൽ നിന്നും പുറത്തു കടക്കുമ്പോഴും സംഭവിക്കുന്ന പ്രകാശ പ്രതിഭാസം. ഒരു പ്രിസത്തിൽ ചരിഞ്ഞു പ്രവേശിക്കുമ്പോഴും പ്രിസത്തിൽ നിന്ന് പുറത്തു കടക്കുമ്പോഴും സംഭവിക്കുന്ന പ്രകാശ പ്രതിഭാസം അപവർത്തനമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, അപവർത്തനം. ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം വേഗത്തിൽ കറങ്ങുമ്പോൾ കാണുന്ന നിറം. ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം വേഗത്തിൽ കറങ്ങുമ്പോൾ കാണുന്ന നിറം വെള്ള നിറമാണ്. വെള്ള നിറമാണ്. ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം വേഗത്തിൽ കറങ്ങുമ്പോൾ കാണുന്ന നിറം ഏതാണ്? വെള്ളം. അസ്തമയത്തിൽ സൂര്യൻ ചുവപ്പു നിറത്തിൽ കാണപ്പെടുവാൻ കാരണം. അസ്തമയത്തിൽ സൂര്യൻ ചുവപ്പു നിറത്തിൽ കാണപ്പെടുവാൻ കാരണം വിസരണമാണ്. വിസരണം. അസ്തമയത്തിൽ സൂര്യൻ ചുവപ്പു നിറത്തിൽ കാണപ്പെടുവാൻ കാരണം വിസരണം. അടുത്ത ചോദ്യം, വേഗത്തിൽ ചുറ്റുന്ന തീപ്പന്തത്തിന്റെ പാത വൃത്താകൃതിയിൽ കാണപ്പെടുവാൻ കാരണം. വേഗത്തിൽ ചുറ്റുന്ന തീപ്പന്തത്തിന്റെ പാത വൃത്താകൃതിയിൽ കാണപ്പെടുവാൻ കാരണം. ഓപ്ഷൻ എ ആണ് ഉത്തരം, കണ്ണിന്റെ വീക്ഷണ സ്ഥിരത മൂലമാണ്. കണ്ണിന്റെ വീക്ഷണ സ്ഥിരത മൂലമാണ് വേഗത്തിൽ ചുറ്റുന്ന ഒരു തീപ്പന്തത്തിന്റെ പാത വൃത്താകൃതിയിൽ കാണപ്പെടുവാനുള്ള കാരണം. ഇന്ത്യയിൽ കാർബൈഡ് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ റിയാക്ടറിന് ഉദാഹരണം. ഇന്ത്യയിൽ കാർബൈഡ് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ റിയാക്ടറിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കൽപ്പാക്കമാണ്. കൽപ്പാക്കമാണ് ഇന്ത്യയിൽ കാർബൈഡ് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ റിയാക്ടറിന് ഉദാഹരണം. ഓപ്ഷൻ ബി, കൽപ്പാക്കം. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം. ന്യൂക്ലിയർ ഫ്യൂഷൻ. ഉപരിതലത്തിലെ ചൂട് ഉപയോഗിച്ച് ഏത് ദ്രാവകത്തെ ബാഷ്പീകരിച്ചാണ് ടർബൈൻ കറക്കുവാനുള്ള വാതകം ഉൽപ്പാദിപ്പിക്കുന്നത്? അമോണിയയാണ്. അമോണിയ. ഉപരിതലത്തിലെ ചൂട് ഉപയോഗിച്ച് ഏത് ദ്രാവകത്തെ ബാഷ്പീകരിച്ചാണ് ടർബൈൻ കറക്കുവാനുള്ള വാതകം ഉൽപ്പാദിപ്പിക്കുന്നത്? അമോണിയ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് ആ വസ്തുവിന്റെ മാസ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ്. ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു. ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു പോൾ. ഓപ്ഷൻ സി, പോൾ. LNG, CNG എന്നിവയിലെ പ്രധാന ഘടകം ഏതാണ്? LNG, CNG എന്നിവയിലെ പ്രധാന ഘടകം മീഥേൻ ആണ്. മീഥേൻ. ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത്. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കൽക്കരിയാണ്. കൽക്കരി.
അർദ്ധചാലകങ്ങളിൽ മറ്റു മൂലകങ്ങൾ കലർത്തി അവയുടെ ചാലകത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയ. അർദ്ധചാലകങ്ങളിൽ മറ്റു മൂലകങ്ങൾ കലർത്തി അവയുടെ ചാലകത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ഡോപ്പിംഗ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഡോപ്പിംഗ്. പ്രതല ബലത്തിന്റെ SI യൂണിറ്റ് എന്താണ്? പ്രതല ബലത്തിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ന്യൂട്ടൺ പെർ മീറ്റർ. പ്രതല ബലത്തിന്റെ SI യൂണിറ്റ്. ഇലക്ട്രിക് വയറിലെ ഘടകങ്ങൾ ഏതെല്ലാം? ഇലക്ട്രിക് ഫ്യൂസ് വയറിലെ ഘടകങ്ങൾ ഏതെല്ലാം? ഇലക്ട്രിക് ഫ്യൂസ് വയറിലെ ഘടകങ്ങൾ ഓപ്ഷൻ ഡി ആണ്, ടിൻ, ലെഡ് എന്നിവയാണ്. ടിൻ, ലെഡ്. വീടുകളിൽ വൈദ്യുതീകരണത്തിന് ഉപയോഗിക്കുന്ന രീതി. വീടുകളിൽ വൈദ്യുതീകരണത്തിന് ഉപയോഗിക്കുന്ന രീതി സമാന്തര രീതിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സമാന്തര രീതി. പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ്. പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് 11 kV ആണ്. 11 kV. ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ അളവ്. ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ അളവ് 230 വോൾട്ട് ആണ്. 230 വോൾട്ട്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജോൽപാദനം നടക്കുന്ന പ്രവർത്തനം. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജോൽപാദനം നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രോമീറ്റർ ജലത്തിൽ ഇട്ടാൽ സൂചിപ്പിക്കുന്ന അങ്കനം എത്ര? ഹൈഡ്രോമീറ്റർ ജലത്തിൽ ഇട്ടാൽ സൂചിപ്പിക്കുന്ന അങ്കനം 1 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1. അടുത്ത ചോദ്യം, രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് ആണ് രാസവസ്തുക്കളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്. 1 മോൾ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകൾ എത്രയാണ്? 1 മോൾ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകൾ 6.022 × 10⁻23 ആണ്. 1 മോൾ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകൾ എത്രയാണ്? 6.022 × 10⁻23. സോഡിയം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. സോഡിയം ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. അലൂമിനിയത്തെ ചെലവ് കുറഞ്ഞ രീതിയിൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ. അലൂമിനിയത്തെ ചെലവ് കുറഞ്ഞ രീതിയിൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഹാൾ ഹെറാൾഡ് പ്രക്രിയ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഹാൾ ഹെറാൾഡ് പ്രക്രിയ. അപദ്രവ്യം അടങ്ങിയ ലോഹം ഒരു റിട്ടോഡിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം ലഭിക്കുന്ന രീതി. അപദ്രവ്യം അടങ്ങിയ ലോഹം ഒരു റിട്ടോഡിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം ലഭിക്കുന്ന രീതി സ്വേദനം. ഓപ്ഷൻ എ, സ്വേദനം. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റ്സ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അയൺ പൈറൈറ്റ്സ് ആണ് വിഡ്ഢികളുടെ സ്വർണം എന്ന് അറിയപ്പെടുന്നത്. ലോഹങ്ങളുടെ മുറിച്ച പ്രതലത്തിന് തിളക്കം തോന്നുന്നതാണ്. ലോഹങ്ങളുടെ മുറിച്ച പ്രതലത്തിന് തിളക്കം തോന്നുന്നതാണ് ലോഹദ്യുതി. ഓപ്ഷൻ എ, ലോഹദ്യുതി. അയിരിൽ നിന്ന് ഗാങ് നീക്കം ചെയ്യുന്ന പ്രക്രിയ. അയിരിൽ നിന്ന് ഗാങ് നീക്കം ചെയ്യുന്ന പ്രക്രിയ അയിരിന്റെ സാന്ദ്രണം. ഓപ്ഷൻ എ ആണ് ഉത്തരം, അയിരിന്റെ സാന്ദ്രണം. താരതമ്യേന ശുദ്ധമായ പച്ചിരുമ്പ് അറിയപ്പെടുന്നത്. താരതമ്യേന ശുദ്ധമായ പച്ച ഇരുമ്പ് അറിയപ്പെടുന്നത് റോട്ട് അയൺ എന്നാണ്. റോട്ട് അയൺ. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. സ്ഥിരകാന്തം അൻലിക്കോയാണ്. സ്ഥിരകാന്തം നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൻലിക്കോ. എത്തനോൾ എന്നത് എത്തനോൾ CH3OH ആണ്. CH3OH. ഫെറസ് അയൺ ഗ്ലാസിന് നൽകുന്ന നിറം ഏതാണ്? ഫെറസ് അയൺ ഗ്ലാസിന് നൽകുന്ന നിറം പച്ച. 99% ശുദ്ധമായ എഥനോൾ അറിയപ്പെടുന്നത്. 99% ശുദ്ധമായ എഥനോൾ അറിയപ്പെടുന്നത് അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം, അബ്സല്യൂട്ട് ആൽക്കഹോൾ.
99% ശുദ്ധമായ എഥനോൾ അറിയപ്പെടുന്നത് അബ്സല്യൂട്ട് ആൽക്കഹോൾ. വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ. വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ആണ് പവർ ആൽക്കഹോൾ. പവർ ആൽക്കഹോൾ. പഞ്ചസാര നിർമ്മാണ സമയത്ത് ക്രിസ്റ്റലുകൾ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ മാതൃദ്രാവകം. പഞ്ചസാര നിർമ്മാണ സമയത്ത് ക്രിസ്റ്റലുകൾ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ മാതൃദ്രാവകം മൊളാസസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മൊളാസസ്. ഫോമിക് ആസിഡിന്റെ രാസനാമം എന്താണ്? ഫോമിക് ആസിഡിന്റെ രാസനാമം മെഥനോയിക് ആസിഡ്. ഫോമിക് ആസിഡിന്റെ രാസനാമം മെഥനോയിക് ആസിഡ്. ആൽക്കഹോളും ഓർഗാനിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നത്. ആൽക്കഹോളും ഓർഗാനിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നത് എസ്റ്ററുകൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, എസ്റ്ററുകൾ. കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു. കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു മണലാണ്. മണൽ. പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ എന്താണ്? പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ ഐസോപ്രീൻ ആണ്. ഐസോപ്രീൻ. പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ ആണ് ഐസോപ്രീൻ. ഹേബർ പ്രക്രിയയിലെ നൈട്രജന്റെയും ഹൈഡ്രജന്റെയും അനുപാതം. ഹേബർ പ്രക്രിയയിൽ നൈട്രജന്റെയും ഹൈഡ്രജന്റെയും അനുപാതം 1:3. 1:3. പഞ്ചസാരയുടെ രാസ തന്മാത്രാ സൂത്രം. പഞ്ചസാരയുടെ രാസ തന്മാത്രാ സൂത്രം. ഓപ്ഷൻ എ ആണ് ഉത്തരം, C12H22O11. C12H22O11. അടുത്ത ചോദ്യം വന്നത് സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, സമ്പർക്ക പ്രക്രിയ. ഓപ്ഷൻ സി, സമ്പർക്ക പ്രക്രിയ. രാസവള നിർമ്മാണത്തിന് വൻതോതിൽ ഉപയോഗിക്കുന്ന രാസവസ്തു. രാസവള നിർമ്മാണത്തിന് വൻതോതിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അമോണിയ. ഓപ്ഷൻ ഡി, അമോണിയ. വിനാഗിരിയിൽ അടങ്ങിയ ആസിഡിലെ ഫങ്ഷണൽ ഗ്രൂപ്പ്. വിനാഗിരിയിൽ അടങ്ങിയ ആസിഡിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് COOH. ഗാഢ സൾഫ്യൂരിക് ആസിഡ് നൈട്രേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഗാഢ സൾഫ്യൂരിക് ആസിഡ് നൈട്രേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് നൈട്രിക് ആസിഡ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, നൈട്രിക് ആസിഡ്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.